ഞങ്ങൾ ജീവിച്ചിട്ട് കാര്യമില്ല ഇവിടെ. ഇടുക്കി രാജമല പെട്ടിമുടിയിലുണ്ടായ മണ്ണിടിച്ചിലിൽ 17 പേർ മരിച്ചു. 50-ലധികം പേർ കുടുങ്ങിക്കിടക്കുന്നുവെന്നാണ് നിഗമനം. 12 പേരെ ടാറ്റ ആശുപത്രിയിൽ എത്തിച്ചു. 3 പേരുടെ സ്ഥിതി ഗുരുതരമാണ്. കാലാവസ്ഥ പ്രതികൂലമായതിനാൽ ഇന്നത്തെ തെരച്ചിൽ അവസാനിപ്പിച്ചു. ജീവിക്കാൻ പറ്റിയില്ല. ഇനി ഞങ്ങളുടെ ഇത്രയും മക്കളും പോയി സാറേ. ഞങ്ങളുടെ നാട്ടിലുണ്ട്. ഞങ്ങൾ ജീവിക്കാൻ പറ്റിയില്ല. ഇനി ഈ മേഖലയിൽ ഞങ്ങളെ കൊണ്ട് ജീവിക്കാൻ പറ്റില്ല. ഞങ്ങൾ ജീവിച്ചിട്ട് കാര്യമില്ല ഇവിടെ. 35 വയസ്സായി. ഇതുപോലെ പൊട്ടൽ ഞാൻ കണ്ടില്ല. ഇത്രയും ജീവൻ പോയത് ഞാൻ കണ്ടില്ല. நம்ம எப்படியா தப்பிக்கணும். தப்பிக்கிறதுக்கு வழியா மட்டும் பாருங்கய்யா. வேற ஒண்ணுமே செய்ய முடியாது. பிள்ளை வீட்டுல என்ன ஆனாங்கன்னு தெரியாதுயா. அண்ணன் தான் பார்க்கணும். 35 വയസ്സായി. ഇതുപോലെ പൊട്ടൽ ഞാൻ കണ്ടില്ല. ഇത്രയും ജീവൻ പോയത് ഞാൻ കണ്ടില്ല. മുപ്പത് മുറികളുള്ള 4 ലയങ്ങൾ മണ്ണിടിച്ചിലിൽ പൂർണ്ണമായും ഇല്ലാതായി എന്നാണ് ലഭ്യമായ റിപ്പോർട്ട്. ആകെ 80-ലേറെ പേർ താമസിച്ചിരുന്നു. ഇതിൽ 15 പേരെ രക്ഷപ്പെടുത്തി. 15 പേർ മരണമടഞ്ഞു. മറ്റുള്ളവർക്കായുള്ള രക്ഷാപ്രവർത്തനം ഊർജിതമായി തുടരുന്നു. മരണമടഞ്ഞവരുടെ കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ ആശ്വാസധനമായി സർക്കാർ നൽകും. പരിക്കേറ്റവരുടെ മുഴുവൻ ചികിത്സാ ചെലവും സർക്കാർ നിർവഹിക്കും. ഇവിടേക്കുള്ള റോഡിലെ പാലം ഒലിച്ചുപോയിരുന്നു. അത് രക്ഷാപ്രവർത്തകർ സ്ഥലത്തെത്താൻ വൈകുന്നതിന് ഇടയാക്കി. ഇപ്പോൾ ദേശീയ ദുരന്ത പ്രതികരണ സേന പെരിയ വരപാലം പിന്നിട്ട് സ്ഥലത്തെത്തുന്നതായാണ് റിപ്പോർട്ട്. എറണാകുളം റേഞ്ച് DIG കാളിരാജ് മഹേഷ് കുമാർ, ഇടുക്കി ജില്ലാ പോലീസ് മേധാവി R കറുപ്പസ്വാമി എന്നിവർ അപകടസ്ഥലത്തും മൂന്നാറിലുമായി ക്യാമ്പ് ചെയ്ത് രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി വരുന്നു. വിവിധ ബറ്റാലിയനുകളിൽ നിന്നും മറ്റ് ജില്ലകളിൽ നിന്നുമായി അധികമായി പോലീസിനെ അവിടത്തേക്ക് നിയോഗിച്ചിട്ടുമുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി സന്ദീപ് രാജാക്കാടും MS സനീഷ് കുമാറും ചേരുന്നു. ആദ്യം സന്ദീപിലേക്ക്. സന്ദീപ്, ഈ നിമിഷത്തിലെ ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത രക്ഷാപ്രവർത്തനം ഇപ്പോൾ ഇന്നത്തേക്ക് നിർത്തിയിരിക്കുന്നു എന്നത് തന്നെയാണ്. ഒരു ജീവനെങ്കിലും രക്ഷിക്കാൻ കഴിയും എന്ന പ്രതീക്ഷയോടെ രക്ഷാപ്രവർത്തനം വലിയ രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ നിർത്തിവെക്കാനുള്ള സാഹചര്യം പ്രതികൂല കാലാവസ്ഥ തന്നെയാണോ? തീർച്ചയായിട്ടും അശ്വതി, അതിപ്രതികൂലമായ ഒരു സാഹചര്യം എന്നാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. കാരണം കനത്ത മൂടൽ മഞ്ഞും മഴയും ഉള്ളത് കൊണ്ട് തന്നെ വെളിച്ചക്കുറവും മറ്റ് പ്രതിസന്ധികളുമുണ്ട്. അതുകൊണ്ട് തന്നെ പ്രതികൂലമായ കാലാവസ്ഥയാണ് ഇപ്പോൾ തെരച്ചിലിന് ഏറ്റവും പ്രതിസന്ധി നേരിടുന്നത്. അതിൽ എടുത്തു പറയേണ്ടത് ഈ NDRFന്റെ ഒരു ടീം അടക്കം അവിടെ എത്തിയിരിക്കുന്നു. 4 ടീമുകളാണ് NDRFന്റെ അങ്ങോട്ടേക്ക് പുറപ്പെട്ടിരിക്കുന്നത്. ഒരു ടീമിൽ ഏതാണ്ട് 25-ലധികം ആളുകൾ വരും. അതുകൊണ്ട് തന്നെ ഒരു 25 പേര് 2-3 മണിക്കൂർ തെരച്ചിൽ നടത്തി അടുത്ത ബാച്ച് ഇറങ്ങി അങ്ങനെ കണ്ടിന്യൂസ് ആയി പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടിക്കാണ് ഇത്രയധികം NDRF ടീമിനെ അടക്കം അതുപോലെ പോലീസ് ഫോഴ്സിനെയും അവിടെ വിന്യസിച്ചിരിക്കുന്നത്. അത്തരത്തിൽ മുമ്പോട്ട് പോകുവാൻ കഴിയാത്ത ഒരു സാഹചര്യം ആള് കുറവുണ്ടായിട്ടോ സന്നാഹങ്ങള് ഇല്ലാഞ്ഞിട്ടോ അല്ല, എന്നാൽ മറ്റ് പ്രതിസന്ധികൾ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് അത് അങ്ങോട്ട് മുമ്പോട്ട് പോകുവാൻ കഴിയാത്ത സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെയാണ് താൽക്കാലികമായി ഇപ്പോൾ തെരച്ചിൽ നിർത്തുന്നത്. തുടർന്ന് പോകുവാൻ കഴിഞ്ഞാൽ തുടരാം എന്ന് തന്നെ തീരുമാനിക്കുന്നു. ഇല്ലെങ്കിൽ രാവിലെ 7 മണിക്ക് തന്നെ തെരച്ചിൽ ആരംഭിക്കും എന്ന വിവരമാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്നത്. എന്തായാലും 82ഓളം ആളുകൾ എന്നുള്ളതാണ്
KDH-ന്റെ കമ്പനിയുടെ കണക്കിൽ ഉള്ളത്. ഇതിൽ 4 പേര് അടക്കം 4-5 പേര് നാട്ടിൽ പോയിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ കണക്കിൽ കുറവ് വന്നിരിക്കുന്നത്, ജില്ലാ ഭരണകൂടത്തിന്റെ കയ്യിൽ കിട്ടിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നിരുന്നാലും 12 പേർ ഒഴിച്ച് ബാക്കി ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ, ആ ഒരു തിരച്ചിലിൽ അവസാനം എത്തുന്നു. ഇനി ഒരാളെ ജീവനോടെ തിരിച്ചു കൊണ്ടുവരുവാൻ വേണ്ടി കഴിയുമോ എന്ന വലിയ ചോദ്യത്തിന് ഒരു വിരാമം ഇടുകയാണ്. മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ, ഇനി ഉള്ള തെരച്ചിൽ കാണാതായവരുടെ മൃതദേഹങ്ങൾക്ക് വേണ്ടിയുള്ള തെരച്ചിലായി മാറുന്നു എന്നുള്ള വലിയ സങ്കടകരമായ ഒരു വാർത്ത കൂടിയാണ് മനസ്സിലാക്കുന്നത്. അത്തരം ഒരു സാഹചര്യം കൂടി ഉള്ളത് കൊണ്ടാണ് ഒരുപക്ഷെ തെരച്ചിൽ ഈ പ്രതികൂല സാഹചര്യത്തിൽ തുടരേണ്ടതില്ല എന്ന് തീരുമാനിച്ചതും അതോടൊപ്പം തന്നെ മണ്ണിടിച്ചിൽ സാധ്യത ഉണ്ടാവാനും സാധ്യതയുണ്ട് എന്നും ഒരു വിലയിരുത്തൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ തെരച്ചിൽ ഏകദേശം നിർത്തിയിരിക്കുന്നത്. നാളെ രാവിലെ 7 മണിക്ക് തന്നെ തെരച്ചിൽ ആരംഭിക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ വേണ്ട സംവിധാനങ്ങൾ കൂടുതൽ അങ്ങോട്ട് എത്തിച്ചിരിക്കുന്നു. ഏതാണ്ട് 7 കിറ്റാച്ചികള്, വേണ്ട ആംബുലൻസ് സംവിധാനങ്ങൾ, 9ലധികം ആംബുലൻസുകൾ അടക്കം ഇങ്ങനെ അവിടെ എത്തിച്ചേർന്നിരുന്നു. ഈ തെരച്ചിലിന് ആവശ്യമായ സംവിധാനങ്ങളെല്ലാം തന്നെ ഒരുപക്ഷെ ഒരുക്കിയിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എല്ലാ സംവിധാനങ്ങളോടും കൂടി നമ്മൾ അവിടേക്ക് എത്തിപ്പെടാൻ വൈകി. അതിനുള്ള കാരണം അവിടേക്കുള്ള പാലം ആദ്യം തന്നെ അത് ഒലിച്ചു പോയിരുന്നു. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനത്തിന് ഉള്ള ആളുകൾക്ക് അങ്ങോട്ടേക്ക് എത്താൻ സാധിച്ചിരുന്നില്ല. വൈകിയാണ് അങ്ങോട്ടേക്ക് എല്ലാ സംവിധാനങ്ങളുമായി നമ്മൾ എത്തിയത്. അതുകൊണ്ട് തന്നെ 13 പേരെയാണ് രക്ഷിച്ചെടുക്കാൻ സാധിച്ചത്. ഈ 13 പേർ ഇപ്പോൾ ആശുപത്രിയിൽ ഉണ്ട്, ടാറ്റയുടെ ആശുപത്രിയിൽ ഉണ്ട് എന്നറിയുന്നു. അവരുടെ ആരോഗ്യനില അതെങ്ങനെയാണ്? അവരുടെ ആരോഗ്യനിലയിൽ 3 പേരുടെ നില ഗുരുതരമാണ്. 3 പേരെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് എന്നാൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല എന്ന് തന്നെയാണ് അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അശ്വതി സൂചിപ്പിച്ചത്. ഈ പെരിയവാര പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും വലിയ പ്രതിസന്ധി കഴിഞ്ഞ 2 പ്രളയകാലത്ത് ഒറ്റപ്പെട്ടു പോയ പ്രദേശമാണ് ഈ പറയുന്ന ഇടമലക്കുടിയും അതുപോലെ തന്നെ മറയൂർ പഞ്ചായത്തും അടക്കം മാസങ്ങൾ ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അടിയന്തരമായി പാലം നിർമ്മിക്കുമെന്ന് പറഞ്ഞ കോടികൾ വകയിരുത്തി നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ച ആ പാലം നിർമ്മാണത്തിനെതിരെ പ്രദേശവാസികൾ സമരവുമായി വന്നിരുന്നു. മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളടക്കം സമരവുമായി വന്നിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്നിരുന്നാലും വലിയൊരു അനാസ്ഥ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെ നിരവധി പ്രാവശ്യം ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ്. അത് ഇത്തരം ഒരു ദുരന്തത്തിലേക്ക് എത്തുമ്പോൾ വലിയ തിരിച്ചടിയായി മാറുന്നു. ദുരന്തത്തിന്റെ വ്യാപ്തി വർദ്ധിക്കാൻ, ഇല്ലെങ്കിൽ രക്ഷാപ്രവർത്തനത്തിലേക്ക് എത്താൻ, ഒരാളുടെ ജീവൻ രക്ഷിക്കുവാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നതിന് ഈ പാലം ഒരു പ്രതിസന്ധിയായി മാറി, ഇല്ലെങ്കിൽ പാലം നിർമ്മാണത്തിലെ വൈകൽ ഒരു പ്രതിസന്ധിയായി മാറി എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉണ്ടെന്നാണ്. സന്ദീപ്, ഒരു കാര്യം കൂടി. സന്ദീപ് നേരത്തെ സംസാരിക്കുമ്പോൾ മനസ്സിലാക്കിയത് ഇപ്പോൾ താൽക്കാലികമായി രക്ഷാപ്രവർത്തനം നിർത്തിവച്ചിരിക്കുകയാണ്. ഇന്ന് തന്നെ തുടങ്ങാൻ സാഹചര്യം ഉണ്ടായാൽ തുടങ്ങുമെന്നാണോ? ജില്ലാ കളക്ടറുമായി നമ്മളിപ്പോൾ ബന്ധപ്പെട്ടു കഴിഞ്ഞപ്പോൾ മനസ്സിലാക്കിയത് താൽക്കാലികമായി നിർത്തിയെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതായത് തുടരാൻ കഴിഞ്ഞാൽ തുടരാം. അപ്പൊ ഈ വരുന്ന NDRF-ന്റെ ഒരു ടീം മാത്രമാണ് ഇപ്പോൾ അവിടെ എത്തിയിരിക്കുന്നതെന്നും ബാക്കിയുള്ളവർ പുറകെ അങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണെന്നുമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാത്രിയിൽ മറ്റൊരു സാഹചര്യം ഉണ്ടായാൽ തിരച്ചിൽ തുടരാം എന്ന് തന്നെയുള്ള ഒരു രീതിയിലാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് ഈ വിവരങ്ങളെ സംബന്ധിച്ച്, തിരച്ചിലിനെ സംബന്ധിച്ച് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അശ്വതി. ശരി സന്ദീപ് രാജാക്കാടാണ് ഇടുക്കിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. രാജമലയിലെ അപ്രതീക്ഷിത ദുരന്തത്തിൽ 17 പേരുടെ ജീവനാണ് നഷ്ടമായിരിക്കുന്നത്. ഇനിയും 50ഓളം ആളുകളെ മണ്ണിനടിയിൽ നിന്നും കണ്ടെത്താനുണ്ട്. അവർക്കായുള്ള തെരച്ചിൽ നടത്തുകയായിരുന്നു. എന്നാൽ വളരെ പ്രതികൂലമായ കാലാവസ്ഥയാണ് ഇപ്പോൾ രാജമലയിലുള്ളത്. വലിയ മഴ നിലനിൽക്കുന്നു, ഒപ്പം മഞ്ഞ് ഇറങ്ങുന്നുണ്ട്, ഇരുട്ടാണ്. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തകർക്ക് പ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കാത്ത ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് താൽക്കാലികമായി ഇപ്പോൾ രക്ഷാപ്രവർത്തനം നിർത്തിവച്ചിരിക്കുന്നു എന്ന ഏറെ ദുഃഖകരമായ ഒരു വാർത്ത ഇപ്പോൾ പുറത്തുവരുന്നു. അതേസമയം മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 132 അടിയായി ഉയർന്നു എന്ന വാർത്തയും വരുന്നു. മറ്റ് ഡാമുകളിലും ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. മലങ്കര, പാംബ്ല, കല്ലാർകുട്ടി ഡാമുകളുടെ ഷട്ടറുകൾ പൂർണ്ണമായി തുറന്നിട്ടിരിക്കുകയാണ്. കക്കയം ഡാമിന്റെ ജലനിരപ്പ് 757.50 മീറ്റർ എത്തിയതിനാൽ സ്പിൽവേ ഷട്ടറുകൾ ഉയർത്തി. സെക്കൻഡിൽ 100 ക്യൂബിക് വെള്ളം പുഴയിലേക്ക് വിടേണ്ടി വരുമെന്ന് KSCB എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. 100 സെന്റിമീറ്റർ വരെ വെള്ളം ഉയരാൻ സാധ്യതയുള്ളതിനാൽ കുറ്റ്യാടി പുഴയുടെ ഇരുകരകളിലും താമസിക്കുന്ന ജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്നും നിർദ്ദേശമുണ്ട്. കൂടുതൽ വിവരങ്ങൾ സിജോ വി ജോൺ നൽകും. സിജോ, നിലവിലെ അവസ്ഥ എന്താണ്? എല്ലാവർക്കുമുള്ള ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു കഴിഞ്ഞു. നിലവിലെ അവസ്ഥ? അശ്വതി, ഇടുക്കി ജില്ലയിലെ എല്ലാ സ്ഥലങ്ങളിലും തന്നെ ഇപ്പോൾ
ശക്തമായ മഴ തന്നെയാണ് തുടരുന്നത്. അതുതന്നെയാണ് ഇപ്പോഴും വലിയൊരു ആശങ്ക ഉയർത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. എങ്കിൽ പോലും ജില്ലാ ഭരണകൂടം നടപടികൾ ഊർജിതമാക്കുകയും ചെയ്തിട്ടുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിച്ചിട്ടുണ്ട്. പ്രധാനമായും 4 വില്ലേജുകൾ ഇടുക്കി, തൊടുപുഴ, പീരുമേട് ഉൾപ്പെടെയുള്ള താലൂക്കുകളിലാണ് ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിച്ചിരിക്കുന്നത്. 15 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി ഏകദേശം 147 കുടുംബങ്ങളാണ് ഉള്ളത്. അങ്ങനെ 513 പേരെയാണ് ഇപ്പോൾ മാറ്റി പാർപ്പിക്കേണ്ടിയിരിക്കുന്നത്. എന്തായാലും ജില്ലയെ സംബന്ധിച്ചിടത്തോളം ആശങ്കയുയർത്തുന്ന പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് നാളെയും റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സ്വാഭാവികമായും ഇന്ന് തുടരുന്ന മഴ അതിശക്തമായി തന്നെ നാളെയും ഉണ്ടാകുമെന്ന ഒരു കണക്കുകൂട്ടൽ തന്നെയാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുകയും ചെയ്യുന്നത്. അത് വലിയ ഒരു ആശങ്ക ഉണ്ടാക്കുന്നു. കാരണം മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ ഉൾപ്പെടെ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അനുവദനീയമായ ഒരു തോത് എന്ന് പറയുന്നത് അവിടെ 142 അടിയാണ്. ഇപ്പോൾ 133 അടിയിലേക്ക് എത്തി നിൽക്കുന്നു. ഈ രീതിയിൽ മഴ തുടരുകയാണെങ്കിൽ ഒന്നോ അല്ലെങ്കിൽ 1.5 ദിവസത്തിനുള്ളിൽ തന്നെ അത് അതിൻ്റെ സംഭരണശേഷിയിലേക്ക് എത്തും. അതുകൊണ്ട് സ്വാഭാവികമായി തുറന്നു വിടേണ്ട ഒരു ഇതിലേക്ക് പോകും. അതോടൊപ്പം തന്നെ മറ്റ് അണക്കെട്ടുകളിലും സമാനമായ സാഹചര്യം തന്നെയാണ് ഉള്ളത്. മൂവാറ്റുപുഴ 6 ഉൾപ്പെടെ ഇപ്പോൾ നിറകവിഞ്ഞ് ഒഴുകുന്ന അവസ്ഥയിലേക്ക് എത്തി നിൽക്കുകയും ചെയ്യുന്നു. കല്ലാർകുട്ടി, പാമ്പ്ള ഉൾപ്പെടെയുള്ള അണക്കെട്ടുകളും തുറന്നു വിടുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത്തരത്തിൽ അണക്കെട്ടുകളിലേക്ക് കൂടുതൽ ജലം എത്തുന്നതനുസരിച്ച് ഷട്ടറുകൾ ഇനി കൂടുതൽ എണ്ണം വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും പെരിയാറിൻ്റെ തീരത്തുള്ള ആളുകൾക്ക് കൂടുതൽ ആശങ്കയിലേക്ക് പോകുന്ന ഒരു അവസ്ഥയാണ് നിലനിൽക്കുന്നത്. ശരി സിജു, ഡാമുകൾ ഉയരുന്നു, വലിയ ആശങ്ക ഉയർത്തുന്ന കാര്യം മഴ ഇപ്പോഴും ശക്തമായി തുടരുകയാണ്. സിജോ വി ജോണാണ് വിവരങ്ങൾ നൽകിയത്. തൊടുപുഴ 6 ഉൾപ്പെടെയുള്ള പുഴകൾ നിറഞ്ഞൊഴുകുകയാണ്. ജില്ലയിൽ ഹൈറേഞ്ച്, ലോ റേഞ്ച് വ്യത്യാസമില്ലാതെ മഴ പെയ്യുന്നുണ്ട്. വാഗമൺ നല്ലതണ്ണിയാറിന് സമീപം ഒഴുക്കിൽപ്പെട്ട കാറിലുണ്ടായിരുന്ന ഒരാൾക്കായുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. പത്തനംതിട്ടയിലെ മലയോര മേഖലകളിൽ കനത്ത മഴ തുടരുകയാണ്. കക്കാട്ടാറിലെ ജലനിരപ്പ് ഉയർന്നതോടെ സീതത്തോട്ടിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിലായി. മണിയാർ അണക്കെട്ടിലെ 5 ഷട്ടറുകളും തുറന്നു. സീതത്തോട്, ആങ്ങമൂഴി, ചിറ്റാർ, മണിയാർ, പെരുനാട് പ്രദേശങ്ങളിലാണ് മഴ തോരാതെ പെയ്യുന്നത്. സീതത്തോടാണ് ഏറ്റവും അധികം നാശം സംഭവിച്ചത്. രാജമലയിലെ രക്ഷാപ്രവർത്തനം താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുന്നു എന്ന വാർത്ത, ഒപ്പം അവിടെ നിന്നും ലഭിച്ച മൃതദേഹങ്ങൾ ഇനി എന്ത്, അക്കാര്യത്തിലൊരു തീരുമാനമായിട്ടുണ്ടോ എന്നുള്ള വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. സന്ദീപ് രാജാക്കാട്ടിലേക്ക് ഒരിക്കൽ കൂടി. സന്ദീപ്, അത് സംബന്ധിച്ച വിവരങ്ങൾ എന്തെങ്കിലും നമുക്ക് ലഭ്യമാണോ? ഇപ്പോൾ ലഭിച്ച 17 പേരുടെ മൃതദേഹങ്ങൾ അതെവിടെ അടക്കം ചെയ്യും എന്നതടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനമായോ? അശ്വതി, ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ ഭരണകൂടം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഇൻക്വസ്റ്റ് നടപടികൾ ഇവിടെ തന്നെ വെച്ച് പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് ഇവിടെ സംസ്കരിക്കുന്നതിന് വേണ്ടി വിട്ടു നൽകും എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. മുമ്പ് പറഞ്ഞിരുന്നത് ഹോസ്പിറ്റലുകളിലേക്ക് കൊണ്ടുവന്ന് പോസ്റ്റ്മോർട്ടം അടക്കം നടത്തി എന്നുള്ള ഒരു രീതിയിലായിരുന്നു പറഞ്ഞിരുന്നത്. എന്നാൽ അതിന് മാറ്റം സംഭവിച്ചിരിക്കുന്നു. ഇൻക്വസ്റ്റ് നടപടികൾ ഇവിടെ തന്നെ സംഭവ സ്ഥലത്ത് തന്നെ ഇൻക്വസ്റ്റ് നടപടികൾ കണ്ടെടുക്കുന്ന മൃതദേഹങ്ങളുടെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ച് അവിടെ തന്നെ സംസ്കരിക്കുന്നതിന് വേണ്ടി ബന്ധുക്കൾക്ക് വിട്ടു നൽകും എന്നുള്ളതാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം, ജില്ലാ കളക്ടർ അറിയിച്ചിരിക്കുന്നത്. ആ നിലയ്ക്കുള്ള നടപടികളാണ് ഇപ്പോൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ശരി സന്ദീപ്, അവിടെ നിന്നുള്ള പുതിയ വിവരങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. സന്ദീപ് അവിടെ തുടരുകയാണ്. എന്തായാലും തൽക്കാലത്തേക്ക് അവിടുത്തെ രക്ഷാപ്രവർത്തനം നടത്താൻ സാധ്യമല്ല. അത്രത്തോളം മഴ ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുകയാണ് രാജമലയിൽ. അവിടെ നിന്ന് ലഭിച്ച 17 പേരുടെ മൃതദേഹങ്ങൾ അവിടെ തന്നെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി അവിടെ തന്നെ സംസ്കരിക്കാൻ ബന്ധുക്കൾക്ക് സൗകര്യമൊരുക്കും എന്നാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം അറിയിച്ചിരിക്കുന്നത്. മറ്റ് ഇടങ്ങളിലും മഴ കനത്ത രീതിയിൽ പെയ്യുകയാണ്. റാന്നിയിലും ജലനിരപ്പ് ഉയരുന്നു എന്ന വാർത്ത വരുന്നു. 2018 പ്രളയമുണ്ടായ മേഖലയിലെ ആളുകൾ മുൻകരുതലിന്റെ ഭാഗമായി മറ്റിടങ്ങളിലേക്ക് മാറി തുടങ്ങിയിട്ടുണ്ട്. മണ്ണിടിച്ചിൽ ഭീഷണി നേരിടുന്ന കോന്നി പഞ്ചായത്തിലെ പൊന്തനാക്കുഴി കോളനിയിലെ 32 കുടുംബങ്ങളെ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. പത്തനംതിട്ടയിലെ പമ്പ, മണിമല, അച്ചൻകോവിൽ നദികളിൽ ജലനിരപ്പ് അപകടകരമാം വിധം
ഉയർന്നതായി മുഖ്യമന്ത്രി പറഞ്ഞു. അപകട മേഖലയിലുള്ളവരെ ദുരിതാശ്വാസ കേന്ദ്രത്തിലേക്ക് മാറ്റിയതായും അദ്ദേഹം പറഞ്ഞു. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകളും തുറന്നിട്ടുണ്ട്. പമ്പ, മണിമല, അച്ചൻകോവിൽ എന്നിവയിലെ ജലനിരപ്പ് വാണിംഗ് ലെവലിന് മുകളിലാണ്. അച്ചൻകോവിലാർ, കല്ലേലി, കോന്നി എന്നിവിടങ്ങളിൽ കരകവിഞ്ഞൊഴുകുകയാണ്. അപകട മേഖലകളിൽ താമസിക്കുന്ന ആളുകളെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി. ജില്ലാ കളക്ട്രേറ്റിലും താലൂക്ക് ഓഫീസുകളിലും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾ സജ്ജമാക്കി. പത്തനംതിട്ടയിലെ മലയോര മേഖലകളിൽ കനത്ത മഴ തുടരുകയാണ്. കക്കാട്ടാറിലെ ജലനിരപ്പ് ഉയർന്നതോടെ സീതത്തോട്ടിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാണ്. മണിയാർ അണക്കെട്ടിലെ 5 ഷട്ടറുകളും തുറന്നിട്ടുണ്ട്. സീതത്തോട്, ആങ്ങമൂഴി, ചിറ്റാർ, മണിയാർ, പെരുന്നാട് പ്രദേശങ്ങളിലാണ് മഴ തോരാതെ പെയ്യുന്നത്. സീതത്തോടാണ് ഏറ്റവും അധികം നാശം സംഭവിച്ച സ്ഥലം. പത്തനംതിട്ടയിൽ നിന്നും ശശി നാരായണൻ ചേരുന്നു. ശശി, ഇപ്പോഴും അവിടെ മഴ തുടരുകയാണോ? എന്തൊക്കെയാണ് അവിടെ നിന്ന് തരാൻ കഴിയുന്ന പുതിയ വിവരങ്ങൾ? അശ്വതി, പത്തനംതിട്ടയിൽ ഇപ്പോഴും മഴയ്ക്ക് ശമനമില്ലാതെ തുടരുന്നു എന്ന് തന്നെയാണ് പറയാൻ കഴിയുന്നത്. റാന്നിയിൽ ഈ അച്ചൻകോവിലാറ്റിലെ പമ്പയാറ്റിൽ വെള്ളം കൂടി ഏറ്റവും കൂടുതൽ നാശമുണ്ടായത് റാന്നിയിലും അതുപോലെ തന്നെ സീതത്തോട്ടിലുമാണ്. വലിയ ഒരു പ്രളയത്തിന് സമാനമായ രീതിയിലേക്ക് ഇന്ന് പമ്പയാറ്റില് ജലനിരപ്പ് ഉയർന്നു. എവിടെ നിന്നും ആളുകളെ മാറ്റി പാർപ്പിക്കുന്ന, ഒപ്പം വ്യാപാര സ്ഥാപനങ്ങളും കടകളിലും വീടുകളിലും ഒക്കെ ചുരുങ്ങിയ സമയം കൊണ്ട് വെള്ളം കയറി എന്നുള്ളതാണ് ഏറ്റവും വലിയ അമ്പരിപ്പിക്കുന്ന ഒരു വസ്തുത. ജില്ലാ ഭരണകൂടം നേരത്തെ ഇക്കാര്യത്തിൽ ഒരു വലിയ മുൻകരുതൽ എടുത്തുകൊണ്ട് മാത്രമാണ് ആളുകളുടെ ജീവൻ അപകടത്തിലാവാതെ തന്നെ ആളുകളെ രക്ഷപ്പെടുത്തി സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയത്. സീതത്തോടും ഇത്തരത്തിൽ സമാനമായ ഒരു സാധ്യത ഉണ്ടായി. സീതത്തോട് അവിടെ നിന്നും പൂർണ്ണമായും ആളുകളെ മാറ്റി പാർപ്പിക്കുന്നതിനോടൊപ്പം തന്നെ അവിടുത്തെ കാർഷിക മേഖലയ്ക്കാണ് ഏറ്റവും കൂടുതൽ നാശങ്ങൾ ഉണ്ടായത്. പള്ളി അടക്കമുള്ള സ്ഥലങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട്. ഇവിടെ ജലവൈദ്യുത കക്കാട്ട് പെരുന്തേനരുവിയിലെ ഒരു KCBയുടെ പവർ വർക്സിനും നാശനഷ്ടങ്ങളുണ്ടായി. ഇവിടെ ജനറേറ്ററടക്കം നഷ്ടപ്പെട്ട തകർന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇത്തരത്തിൽ വലിയ ഒരു നഷ്ടം തന്നെ ജില്ലയിൽ ഉണ്ടായിട്ടുണ്ട്. മഴ ഇപ്പോഴും കനത്ത് പെയ്യുകയാണ്. അവിടെ ആളപായമൊന്നും ഉണ്ടായിട്ടില്ല. ആളുകളെ നേരത്തെ തന്നെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക്, ക്യാമ്പുകളിലേക്ക് മാറ്റി എന്ന വാർത്തയുണ്ട്. പട്ടണം വെള്ളത്തിനടിയിലായി. പൂഞ്ഞാറിൽ ഉരുൾപൊട്ടി ഒരു വീടിന് കേടുപാട് സംഭവിച്ചു. മഴ തുടരുകയാണെങ്കിൽ പടിഞ്ഞാറൻ പ്രദേശങ്ങളും വെള്ളത്തിലാകും. കൂടുതൽ വിവരങ്ങളുമായി TG സജിത്ത് ചേരുന്നു. സജിത്ത്, മഴ ഇപ്പോഴും തുടരുകയാണോ? തീർച്ചയായും കോട്ടയം ജില്ലയിൽ ശക്തമായ മഴ ഇപ്പോഴും തുടരുകയാണ്. നീലച്ചിൽ മേഖലകളിലടക്കം മഴ അനുഭവപ്പെടുന്നു. കോട്ടയം ജില്ലയുടെ കിഴക്കൻ മേഖലകളിൽ, മലയോര മേഖലകളിൽ മഴ ശക്തമാണ്. അവിടെ ഉരുൾപൊട്ടലും ഉണ്ടായി. ഇതേ തുടർന്ന് മീനച്ചിലാറിൽ മിക്കയിടങ്ങളും കരകവിഞ്ഞൊഴുകുകയാണ്. പാലാ നഗരം അടക്കം വെള്ളത്തിനടിയിലാണ്. ഈരാറ്റുപേട്ടയിലും സമാനമായ സാഹചര്യത്തിലാണ്. മേഖലയിലെ ഗതാഗതം പൂർണ്ണമായി സ്തംഭിച്ചു. താഴ്ന്ന പ്രദേശങ്ങളിലുള്ള നിരവധി പേരെ വീടുകളിൽ നിന്നും മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. രാത്രി വീണ്ടും മഴ ശക്തമാവുകയാണെങ്കിൽ നാളെ സ്ഥിതി കൂടുതൽ സങ്കീർണമാകും. അങ്ങനെയെങ്കിൽ കോട്ടയം നഗരത്തോട് ചേർന്ന പ്രദേശങ്ങളിലും ഭീകരമായ അവസ്ഥയുണ്ടാകും. ഒപ്പം തന്നെ അപ്പർ കുട്ടനാടൻ മേഖലകളിലേക്കും വെള്ളം കൂടുതൽ എത്തുന്നത് കൂടുതൽ പ്രതിസന്ധിയുണ്ടാകും. ശരി, കോട്ടയത്തും കനത്ത മഴ തുടരുകയാണ്. TG സജിത്താണ് അവിടെ നിന്നും വിവരങ്ങൾ നൽകിയത്. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. ഇനി പ്രൈം ഡിബേറ്റ് കാണാം. നമസ്കാരം.